മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ടൊരു ജീവനാഡി മണ്ണു തന്നെയാണ്. 1000 വർഷമെങ്കിലും എടുത്താണ് 1 ഇഞ്ച് കനത്തിൽ സ്വാഭാവിക മേൽമണ്ണുണ്ടാവുന്നത്. ഈ മേൽമണ്ണിനെ പ്രാദേശിക പ്രത്യേകതകൾക്കനുസരിച്ച് സംരക്ഷിച്ചില്ലെങ്കിൽ കുറഞ്ഞ കാലം മതി മണ്ണൊലിപ്പ് മൂലം എല്ലാം നമുക്ക് നഷ്ടപ്പെടാൻ. കാറ്റ്, മഴ, വെയിൽ തുടങ്ങിയ കാലാവസ്ഥാ ഘടകങ്ങൾ പാറകളെ പൊടിച്ച് ജൈവാംശവും ധാതുക്കളും കലർന്നാണ് മണ്ണ് രൂപപ്പെടുന്നത്. ഈ മണ്ണിനെ സൃഷ്ടിക്കാൻ മനുഷ്യനാവില്ല. മണ്ണില്ലെങ്കിൽ മനുഷ്യനുമില്ല. മണ്ണ് അമൂല്യമാണെന്ന് നാം പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. മണ്ണ് ചവിട്ടി ചെളി പറ്റാതിരിക്കാൻ ചെരിപ്പിടണമെന്ന കാര്യവും നമുക്കറിയാം. പക്ഷേ നമുക്ക് ജീവിക്കുന്നതിനുള്ള അന്നം തരുന്ന അമ്മയാണ് മണ്ണ് എന്ന കാര്യം മാത്രം മനുഷ്യൻ മറക്കും. ജീവനുള്ള മണ്ണിനെ ക്രൂരമായി കൊല്ലാനാണ് നമുക്കിഷ്ടം. പ്ലാസ്റ്റിക് മാലിന്യം നിറച്ചും കീടനാശിനികൾ പ്രയോഗിച്ചും തറയോടുകൾ പുതപ്പിച്ചുമൊക്കെ മണ്ണിനെ കൊല്ലാനൊരുങ്ങുമ്പോൾ ഓർക്കുക, മനുഷ്യരായ നാം നമ്മെ തന്നെയാണ് കൊലയ്ക്ക് കൊടുക്കുന്നത്. 1 സെന്റിമീറ്റർ കനമുള്ള മേൽമണ്ണ് ജനിക്കാൻ ചുരുങ്ങിയത് 1 നൂറ്റാണ്ടെങ്കിലും വേണ്ടിവരുമെന്നാണ് കണക്ക്. പക്ഷേ 1000 ടൺ മേൽമണ്ണ് നശിപ്പിക്കാൻ മിനിറ്റുകൾ മാത്രം മതി. പാറ പൊട്ടിച്ചും രാസവിഷം വാരി വിതറിയും കുന്നിടിച്ചും വയൽ നികത്തിയും മരങ്ങൾ വെട്ടിത്തകർത്തും കച്ചവടങ്ങൾ ആഘോഷിക്കുന്ന നമുക്ക് ഇതൊക്കെ ആലോചിക്കാൻ എവിടെയാണ് നേരം? എക്കൽ മണ്ണ്, കരിമണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററേറ്റ് മണ്ണ്, പീറ്റ് മണ്ണ്, കളിമണ്ണ്, മരുമണ്ണ്, പശിമരാശി മണ്ണ്, മണൽ എന്നിങ്ങനെ നിരവധി തരം മണ്ണുകളുണ്ട് ഭൂമിയിൽ. ഇതിൽ ധാതുലവണങ്ങളും ജൈവവസ്തുക്കളും വായുവും ജലവും സൂക്ഷ്മജീവികളും മണ്ണിരകളും തേനീച്ചകളുമൊക്കെ ചേർന്ന മണ്ണാണ് നമുക്ക് വേണ്ടത്. അത്തരം മണ്ണിനെ ലോകത്തെ വിശക്കുന്ന വയറുകളെ തീറ്റിപ്പോറ്റാനാവൂ. പക്ഷേ കൃഷിക്ക് യോജിച്ച മണ്ണ് തീരെ ഇന്ന് കുറവാണെന്നാണ് നാം അറിയേണ്ടത്. കരമണ്ണിൻ്റെ കഷ്ടിച്ച് 11% മാത്രമാണതുള്ളത്. ആ മേൽമണ്ണിനെയാണ് നാം ഇഞ്ചിഞ്ചായി ചിത്രവധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും കൊണ്ട് മണ്ണ് നൽകുന്ന നിശബ്ദമായ പ്രതികരണങ്ങൾ നാം ശ്രദ്ധിക്കുന്നുമില്ല. മരിക്കുന്ന മണ്ണിന് പുനർജനി നൽകി മനുഷ്യ തലമുറയ്ക്ക് കൈമാറാൻ നമുക്കാവണം. മലയാളത്തിൻ്റെ മണ്ണും മനസ്സും തിരിച്ചറിഞ്ഞ് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ ഒരു മഹാമനുഷ്യൻ സഞ്ചരിക്കുകയാണ്. സുൽത്താനുൽ ഉലമയുടെ കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്ര ഇന്ന് വയനാട് കൽപ്പറ്റയിലെത്തും. നന്മഴകായി വെൺമുകിലായി കേരള യാത്ര